ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നിങ്ങൾ വായു പൂട്ടിയിരിക്കേണ്ടത് എന്റെ അത്യാവശ്യമാണ്. ഇഫ് യു ഡെയർ ഉണ്ടോ ഇത് ഓവർ എക്സ്പ്രഷൻ തരുന്നുണ്ട്. അത് കയറുന്ന ഹലോ താങ്ക് യു ഓക്കെ മോളെ ശരി ശരി ഏട്ടാ അങ്ങനെയല്ല ഏട്ടാ വിഷയം കെട്ടിപ്പിടി ഈ കൈ വെറുതെയാ. താങ്ക് യു. ഉമ്മയൊക്കെ തരാം. സ്വന്തം ബർത്ത്ഡേക്ക് ഒരു ഊതണം. ഒരു ബലൂണ് പോന്നട്ടെ. എടി ശ്വാസം പിടിച്ചാവോ ബർത്ത്ഡേ തന്നെ. കൊറേ ടൈപ്പ് ഉണ്ട്. ഇത് അകേണ്ട പുതിയതല്ലേ എനിക്ക് അറിയാം. പുതിയ ഡ്രസ് കാണിക്കണം. ഓ എടുക്കട്ടെ. നമുക്ക് മഞ്ഞ ഡ്രസ് ഇട്ടിവിടായിരുന്നു സൗ. മഞ്ഞ ടോപ്പ് ഇട്ടാ പോരെ. അറിയാലോ നീ എന്തിടുന്നത്. ഞാൻ എനിക്കറിയാം നീ എന്തായാലും മാറ്റുന്നു. അതെന്താ അങ്ങനെയൊക്കെ കുത്തി വെച്ചിരിക്കണേ. മുറിക്കണ്ട, നമുക്ക് ഇത്രയും ഭാഗം മാത്രം മുറിക്കാം. എന്റെ ആ ഫോട്ടോ അവിടെ കിടക്കട്ടെ. കൈയിട്ട് വരാം. അത് നല്ല താഴെട്ടോ പേടിച്ചല്ലോ. മര്യാദക്ക് വേണ്ടേ. അത് നമ്മുടെ ബർത്ത്ഡേ അല്ലെ, കേക്ക് കട്ടിങ് വീഡിയോസ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പൊ ആണ് നമ്മൾ ഒരു മാസമായിട്ട് മേടിച്ചൊരു സംഭവം ഉണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്യാന്ന് കരുതി അല്ലേ. അപ്പൊ എന്താന്നല്ലേ, നമ്മൾ വാങ്ങി വെച്ചിട്ട് ഏകദേശം ഒരു മാസമായി. അപ്പൊ ഇത് എങ്ങനെ നമ്മള് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യല്ലേ, എങ്ങനെ നമുക്ക് ഈ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ആളെന്നോട് പറഞ്ഞത്, അഗേൺ എന്നോട് പറഞ്ഞത് ആ ഒരു കാര്യം ചെയ്ത് നീ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ബർത്ത്ഡേ അല്ലേ. അപ്പൊ ഒരു നൈസ് ചാലഞ്ച് അല്ല, നൈസ് പണി അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതാണ്. അയ്യോ ചെറുതല്ല, മൊത്തത്തിലൊക്കെ എടുത്തോ. അല്ല, നമ്മുടെ
ബർത്ത്ഡേ ഗേൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, എന്താ നമ്മള് കല്യാണത്തിന് എന്താ പ്രതിജ്ഞ ചെയ്ത? ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും. അപ്പൊ ഓർമ്മയില്ലാതല്ല, ഞാൻ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ പകുതി നിങ്ങൾ കഴിക്കണം. അപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ ശരിക്കും പറഞ്ഞ ജോളോ ചിപ്പ് ട്രൈ ചെയ്യുന്ന 2 വീഡിയോസ് എടുത്ത് നോക്കി. അപ്പൊ 2 ആൾക്കാരും 2 രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടപ്പോ അവര് നന്നായിട്ട് കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിന്റെ റിയാലിറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സ് അനുസരിച്ച് എനിക്ക് എരിവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്ത് കഴിച്ചാ എന്റെ ഒരു രീതി അനുസരിച്ച് എനിക്ക് എരിവ് പറ്റില്ല. പറഞ്ഞു കൊടുക്ക, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഓൾറെഡി ഇതായി ചുണ്ടിനകത്തൊക്കെ തണുപ്പിന്റെ ആണോ ഇതിന്റെ ആണോ നല്ല എന്തോ കുഞ്ഞു കുഞ്ഞ് പൊട്ടി പൊട്ടി പോയില്ലേ, ചുണ്ടിന് ചുറ്റും പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട്. അയ്യോ എനിക്ക് എന്താ അത്? Can you handle this deadly chip? Can you handle it? What to expect? എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഇവരുണ്ട്. ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച്. നിങ്ങൾ വായ പൂട്ടിയിരിക്കേണ്ടത് എന്റെ അത്യാവശ്യമാണ്. ഓക്കെ, മൗത്ത് ഓൺ ഫയർ. സ്ട്രോബെറി ഉണ്ട്, ഐസ്ക്രീം, അമൂൽ ഐസ്ക്രീം. അറിയത്തില്ല, ടേസ്റ്റ് നോക്കട്ടെ. പിന്നെ ലാസ്റ്റ് RIP. How to enter last chip challenge if you dare. ഉണ്ടോ? ഇത് ഓവർ എക്സ്പെക്ടേഷൻ തരുന്നുണ്ട്. എന്തൊക്കെയോ എക്സ്പെക്ടേഷൻ നോക്കുന്ന 2 ഇല്ലിക്കോട്ടൊക്കെ. അപ്പൊ ഇതാണ് സംഭവം. ഫിയർ ദ റീപ്പർ. കണ്ടോ നാട്ടുകാരെ, നിങ്ങൾ ഇത് കാണണം. ഈ മനുഷ്യരെന്നെ കൊല്ലാൻ തരും. ചെറുതല്ല, മൊത്തം തരും. ഇത് നമുക്ക് കമ്മലും മാലയൊക്കെ ഇട്ട് വെക്കാട്ടോ, അല്ലേ? നല്ല പെട്ടിയാ. ഇതിന് തെരുവൊന്നും ഇല്ല. നല്ല എന്റെ ഐസ്ക്രീമാ, നല്ല അടിപൊളി പെട്ടിയാ. നമുക്ക് വല്ല മാലയൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയുണ്ട്? അതൊരു ഐഡിയ അല്ലേ? ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് പൊട്ടിക്കണോ അല്ല ഇങ്ങനെ പൊട്ടിക്കണോ? സ്റ്റാൻഡേർഡ് ആവല്ലേ? കത്ര എടുക്കാൻ പോയിട്ട് വരാം. പറയാവല്ലേ? വേണ്ട കേട്ടാ, കുറച്ച് നല്ല നീറ്റായിട്ട് മുറിക്കാം. 1 മിനിറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മുളകെല്ലാം കരിഞ്ഞു പോകുന്നില്ല ആ മണം. ചെറിയൊരു കൊടംപുളിന്റെ മണം, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കരിയത്തില്ലേ അതിന്റെ ഒക്കെ മണം. നമുക്കിത് ഫുൾ പൊട്ടിച്ചു നോക്കാം. എങ്ങനെയാ ഡീൽ? എങ്ങനെയാ? മൊത്തം ഞാൻ കഴിക്കണം എന്നുണ്ടോ അല്ലെ ടേസ്റ്റ് ചെയ്താൽ മതി? അയ്യോ, ഇതെന്താടോ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്? ഒരു കുഞ്ഞു പീസ് പൊട്ടി അതിനകത്ത്. എന്താ ഇത് മൊത്തം ടേസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞേ? ഇത് മൊത്തം കഴിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് ചാവപ്പറമ്പിലേക്ക് ഓടേണ്ടി വരും. മുളക് പൊടി എനിക്ക് പുളി മണക്കുന്നു. പുളി പുളി ശരിക്കും പുളിന്റെ ഒരു മണമുണ്ട്. റെഡി? 1 2 3 4 5 6 7 ടിഷ്യൂ എടുക്കും.
ഇപ്പോഴും ഇതൊന്നും ഇതാക്കല്ല. അതിൽ നിൽക്ക്, അതിന്റെ എരിവ് ശരിക്കും അറിയട്ടെ. സത്യസന്ധമായിട്ട് റിവ്യൂ കൊടുക്ക്. ശരിക്കും ഞാൻ കഴിക്കൊന്നുമില്ല, എനിക്കിത് കഴിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത്രയും ഒരു പെട്ടി ഒന്നും ഇത്ര നെട്ടയും പോകും കൊടുത്ത് വാങ്ങിയിട്ട് കഴിക്കാതെ കളയാണ്. അത്ര ഇരുന്നത് മനസ്സിലില്ല. ആ നാവിനൊന്നും പ്രശ്നമുണ്ടോ? ആ കണ്ണെന്നറിയുന്നുണ്ട്. ഞാൻ കഴിച്ചോളാം. നീ പോയി, ഞാൻ വാങ്ങിക്കും. എനക്കൊരു കുഴപ്പമില്ല. ഇവിടെ 2 ഐസ്ക്രീമും ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. ഞാൻ കഴിക്കാം. ടേസ്റ്റ് എങ്ങനെ? ചെറുതായിട്ട് എരിയുന്നുണ്ട്. ഇത്ര പ്രതീക്ഷയില്ല. ഞാൻ എന്തായാലും എരിവുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം കൊണ്ട് ചെറുതായിട്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കാതെ. പക്ഷെ വില്ലേജ് കുക്കിങ്ങിൽ ഫിറോസ് ഒന്നും കുഴപ്പമില്ലാന്നാണല്ലോ. എനിക്കിപ്പോ ഓക്കെയാണ്. ചെറുതായിട്ട് കുറച്ചും കൂടി ഇരുന്നു. ഒരാൾ മാത്രം കഴിച്ചാൽ കുറച്ചുകൂടെ കുഴപ്പമാണ്. ചോരയല്ല, അത് അതിന്റെ പൊടിയാണ്. ഐസ് ക്യൂബ് അങ്ങനെ എടുക്കേണ്ടി വരുമോ? എനക്ക് ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എരിവുണ്ട്. എനിക്കറിയാം സൗമ്യൻ്റെ ലെവല്. എനിക്ക് ഇത്രയ്ക്ക് എരിയുന്നുണ്ടെങ്കിൽ സൗമ്യക്ക് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐസ്ക്രീം ആണോ? പക്ഷെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. സംഭവത്തിനൊരു ടേസ്റ്റ് ഇല്ല അല്ലേ? ഒരു ബ്രേക്ക് എനിക്ക് തീരെ ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്നുവെച്ചാൽ എനിക്ക് മുളക് പിടിച്ച കൈകൊണ്ട് മുഖം പഠിച്ചു. സത്യം പറഞ്ഞാലില്ല, എനിക്ക് എരിവ് അത്ര ഒരു തുള്ളി പോലും എനിക്ക് പറ്റില്ല. എന്റെ വയറ് മുഴുവനും. ഹലോ, ഡ്രസ്സൊക്കെ മാറുന്നത് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലേ? ചിരിക്കണ്ട. എന്റെ പയറ്റായിരുന്നു എന്റെ അമ്മ. ഒന്നാമത് ഞാനൊരു ഇത്ര പോലെയുള്ള ചിപ്സിന്റെ നല്ല വലിയൊരു പോർഷൻ തന്നെ ഞാൻ കഴിച്ചു. അങ്ങനെയല്ല, ഷെയ്ക്ക് ആക്കല്ല, അങ്ങനെ തരാതെയല്ല. എന്റെ കയ്യിൽ നിന്ന് ബൈ ചാൻസ് അത് കഴിച്ചു. നിങ്ങൾ കണ്ടല്ല, കടിച്ചിട്ട് ബാക്കി കൊടുക്കാന്നാ കരുതിയത്. അപ്പൊ കടിച്ച സമയത്ത് അത് അങ്ങനെ കഴിക്കേണ്ടി വന്നു. ഈ ഒന്നും പറയാനില്ല. എനിക്ക് സത്യം പറഞ്ഞ അൾസറിന്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായി, അത് എവിടെയും പോയില്ല, ആയിട്ട് തന്നെ ഉണ്ട്. ഇതോടെ അത് തീർന്നോളും. ഇതോടെ അത് മാറിയിട്ട് പുതിയത് എന്തെങ്കിലും വരും. മുന്നേ അൾസറിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് എരിവൊന്നും പറ്റില്ല. സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗം കടിച്ച സമയത്ത് ഒരു 3/4 ഭാഗം ഞാൻ എടുത്തല്ലേ, 90% അങ്ങനെ കഴിച്ചുപോയി. സത്യം പറഞ്ഞാൽ വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു, നമ്മള് വീഡിയോ എടുക്കുമ്പോഴേ പറഞ്ഞു, ആക്ട് ചെയ്യാതെ വളരെ സിൻസിയർ ആയിട്ടല്ല ഒരാളെ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ രീതിയിലല്ലേ. അകി ഒരു ചെറിയ നന്നായിട്ട് എരിവ് കഴിക്കുന്ന ഒരു ചെറിയ പീസ് കഴിച്ചിട്ട് തന്നെ എനിക്ക്
ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ആദ്യത്തെ ബുദ്ധിമുട്ട് തോന്നുക നമ്മുടെ ഈ ചുണ്ടിന്റെ പോർഷൻ്റെ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ ഐസ്ക്രീം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കുറച്ച് തണുപ്പ് കിട്ടാൻ, ചുണ്ടിന്റെ പോർഷൻ കുറച്ച് എരിവ് തോന്നണമെങ്കിൽ പിന്നെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ അടിവയറിൽ ഈ അടിയിൽ ഇങ്ങനെ തെരയടിക്കുന്ന അവസ്ഥ എനിക്ക് അറിഞ്ഞത്. ഇപ്പോഴും നമ്മുടെ അടിവയറ്റിൽ ഒരു നല്ലൊരു വേദന വരും, ഇങ്ങനെ തിരമായ സുനാമി വരുന്ന പോലെ. ഞാൻ ടോയ്ലറ്റിൽ പോയി ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ ടോയ്ലറ്റ് അങ്ങനെ അതായത് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, ലൂസ് മോഷൻ അങ്ങനത്തെ പരിപാടിയല്ല. എനിക്ക് ഛർദ്ദിച്ച് കളയണമെന്നില്ലേ. ഛർദ്ദിച്ചു തുടങ്ങിയപ്പോ ഒരാള് അയ്യോ ചോര ചോര, എനിക്ക് ഛർദ്ദിക്കുന്നതൊക്കെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്കുമ്പോ ചോരയല്ല, ഈ സ്ട്രോബെറിന്റെ ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പോന്നെയാ. അതിനിടയിൽ ഒരാള് ചോരാന്നും പറയുന്ന എന്നെ തടവും ചെയ്യുന്ന ഐസ്ക്രീം ഒരു സൈഡിൽ നിന്ന് ടോയ്ലറ്റിനുള്ളിൽ നിന്ന് കോരി തിന്നു എരിഞ്ഞിട്ട് ജന്മദിനം ഒരു മരണത്തിന് ഒരു കരിദിനാക്കി തന്നതിൽ താങ്കളോട് എന്റെ വിലയേറിയ നന്ദി ഞാൻ അറിയിക്കുന്നു കേട്ടോ. ഇത് ഞാൻ മറക്കില്ല. ഇതിനുള്ള പണി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം. ക്യാമറ വേണില്ല. അപ്പൊ അടുത്ത കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം. സത്യസന്ധമായിട്ട് ഞാൻ ഒരു വാണിംഗ് ആയിട്ട് പറയാം, കുട്ടികൾ ആരും പരീക്ഷിക്കണ്ട. ടേസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ വല്ല ചലഞ്ച് ചെയ്യാൻ മാത്രമേ ഇതിനെ കൊണ്ട് കൊള്ളത്തുള്ളൂ. അല്ലാണ്ട് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അത്ര 100-200 രൂപയെങ്ങാണ്ടായിട്ടുണ്ട്. 200 രൂപയാണ് ഇതിന് പാക്കില്. 199. ഇതിൽ പറയുന്ന പോലെ ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സത്യമാണ്. എനിക്ക് ആദ്യം ഇത് കഴിച്ച സമയത്ത് സംസാരം പുറത്തോട്ട് വരുന്നില്ലായിരുന്നു. അത് വരാത്തല്ല, എരിവിന്റെ ഒരു ആഘാതത്തിൽ അങ്ങനെ സംഭവിച്ചു. ഇതിൽ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വയസ്സ് പറയണോ? ഇന്നത്തെ ദിവസം പറയാൻ പാടില്ല. അങ്ങനെ അന്ധവിശ്വാസം എല്ലാം ഉണ്ടോ? എനിക്ക് തീരെയില്ല. പിന്നെന്താ ചോദിക്കുന്നേ? നിന്റെ നോട്ടം കണ്ടോട് ചോദിച്ചത്. ബർത്ത്ഡേ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ 26 കണവിയായി. അത്രയൊന്നുമില്ല, 30-ഉം 26-ഉം. അപ്പോ 26 വർഷത്തെ നീണ്ട ജൈത്രയാത്ര ഞാനിപ്പോ അവസാനം പൂനെയിൽ എത്തിയിരിക്കുന്നു. സഹൃദയര്, എനിക്കിപ്പോൾ വയറിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, വൈൻഡപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, ആരും അധികം ഒന്നും ട്രൈ ചെയ്ത് നോക്കാതിരിക്കുക. അതായത് ചലഞ്ച് അങ്ങനത്തെ കാര്യങ്ങളല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് വെറുതെ വയറ് കേടാക്കണ്ട. ഇനി അഥവാ ചെയ്യണം നിർബന്ധമില്ല, ആള് വീട്ടിൽ ആൾക്കാരുള്ളപ്പോൾ ചെയ്താൽ. ഞങ്ങളിപ്പോ ആരും ഇല്ലാത്ത സമയത്താണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആരും ഇല്ലാത്തതല്ല, ഞാൻ എനിക്ക് നീയും നിനക്ക് ഞാനും ഇല്ലല്ലോ. നമ്മൾ ഈ അവസ്ഥയിൽ കുഴപ്പമില്ല, ആൾക്കാരുണ്ട്. അതായത് വീട്ടിൽ ഒറ്റക്ക് ഇതെന്താന്ന് അറിയാന്ന് ശ്രമിച്ചേക്കരുത്. പെട്ടെന്ന് എരിവൊക്കെ കയറി ആർക്കും കൊടുക്കാതെ ഇവളെ പോലെ ഇങ്ങനെ മോഷ്ടിച്ചു തിന്നാനും നോക്കരുത്. ഞാൻ അങ്ങനെ കഴിച്ചതല്ലടോ, എനിക്ക് പറ്റിപ്പോയതാ. അപ്പൊ പിന്നെ ശരിയെന്നാ. ഗുഡ് നൈറ്റ് കേട്ടാ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ബൈ.